നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് കുറഞ്ഞതിൽ വിലയിരുത്തൽ പലവിധം. നിർണായക വിധിയെഴുത്തിന് ശേഷം ഒരുപോലെ പ്രതീക്ഷയിലും ആശങ്കയിലും മുന്നണികൾ. പോളിംഗ് ശതമാനത്തിലെ കുറവ് ഒട്ടും ബാധിക്കില്ലെന്ന് മൂന്ന് മുന്നണികളുടെയും അവകാശവാദം. ഗുരുവായൂർ ചൂൽപ്പുറത്ത് കാർ സർവീസ് സെന്ററിൽ അഗ്നിബാധ. ഒരു കാർ പൂർണ്ണമായും മറ്റൊരു കാർ ഭാഗികമായും കത്തിനശിച്ചു. മാലിന്യങ്ങൾക്ക് തീയിട്ടതാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കനത്ത ചൂടും ഫംഗസ് ബാധയും. കടങ്ങോട് പഞ്ചായത്തിലെ കിടങ്ങൂരിൽ വൻ കൃഷിനാശം. യുവ കർഷകൻ മരത്തങ്കോട് കോതോട്ടിൽ ബജീഷിന്റെ പച്ചക്കറി കൃഷി നശിച്ചു. തൃത്താലയിൽ 12 വയസ്സുകാരന്റെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. തൃത്താല വേട്ടുപറമ്പിൽ വീട്ടിൽ ഫൈസലിന്റെ മകൻ മുഹമ്മദ് ഫാമിസ് ആണ് മരിച്ചത്. കളിക്കുന്നതിനിടെ തോർത്ത് കഴുത്തിൽ കുരുങ്ങിയതാകാം മരണകാരണമെന്ന് സൂചന. വാർത്തകൾ വിശദമായി. പോളിംഗ് കുറഞ്ഞതിൽ വിലയിരുത്തൽ പലവിധം. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. നിർണായക വിധിയെഴുത്തിന് ശേഷവും ഒരുപോലെ പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് മുന്നണികൾ. പോളിംഗ് ശതമാനത്തിലെ കുറവ് ഒട്ടും ബാധിക്കില്ലെന്നാണ് മൂന്ന് മുന്നണികളുടെയും അവകാശവാദം. മണ്ഡലങ്ങളുടെ സൂക്ഷ്മ വിലയിരുത്തലിലേക്ക് പാർട്ടികൾ കടന്നു. രാവിലെയുണ്ടായ പോളിംഗ് ആവേശം കണ്ടപ്പോൾ 2019 ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഏവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഉച്ചയോടെ വോട്ടിംഗ് കുറഞ്ഞതോടെ കാരണം എന്തെന്നായി ചർച്ചകൾ. ദേശീയ നേതാക്കൾ വരെ ഇളക്കിമറിച്ചുള്ള പ്രചാരണവും പലയിടത്തുമുള്ള ഇഞ്ചോടിഞ്ചു പോരും ശക്തമായ ത്രികോണ മത്സരങ്ങളും ഇത്തവണ ശ്രദ്ധ നേടിയിരുന്നു. പൊതുവിൽ റെക്കോർഡ് പോളിംഗ് ആണ് പ്രതീക്ഷിച്ചത്. കത്തും ചൂടാകാം വില്ലൻ എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. പോളിംഗ് ശതമാനത്തിലെ കുറവിൽ നേരിയൊരു ആശങ്ക ഉള്ളിൽ UDF-നുണ്ടെങ്കിലും എല്ലാം ഭദ്രമെന്ന് അവകാശവാദം. ഭരണവിരുദ്ധ വികാരം നന്നായി ഇത്തവണ പ്രതിഫലിച്ചെന്ന് മുന്നണി പറയുന്നു. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ശക്തമായ ഏകീകരണമുണ്ടായെന്നും പ്രതീക്ഷയുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിന്റെ തെളിവാണ് പോളിംഗ് ശതമാനം ഉയരാത്തതെന്ന് LDF വിലയിരുത്തുന്നു. പാർട്ടി വോട്ടുകളെല്ലാം എല്ലായിടത്തും കൃത്യമായി പോൾ ചെയ്തു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇത്തവണ ഇടതിനെന്നാണ് കണക്കുകൂട്ടൽ. പലയിടത്തും അവസാന നിമിഷം ജയസാധ്യത തെളിഞ്ഞെന്നും LDF പറയുന്നു. തിരുവനന്തപുരത്തും തൃശൂരിലും ജയസാധ്യതയുണ്ടെന്നും BJP പറയുന്നു. അതേസമയം വിധിയെഴുത്തു ദിനം സഭാ അധ്യക്ഷന്മാരിൽ നിന്നുണ്ടായ പ്രതികൂല പ്രതികരണങ്ങളിൽ BJPക്ക് ആശങ്കയുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, CCTV. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചുവെന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാകുമെന്നാണ് പാർട്ടിയുടെയും വിലയിരുത്തലെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. ജനവിധിയിൽ വലിയ പ്രതീക്ഷയുണ്ട്, വലിയ ദൈവവിശ്വാസവുമുണ്ട്. ശുഭാപ്തിയോടെ തന്നെ ജൂൺ 4 വരെ കാത്തിരിക്കാമെന്നും സുരേഷ് ഗോപി തൃശൂർ നെട്ടിശ്ശേരിയിലെ വസതിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആ പശ്ചാത്തലത്തിൽ അവരുടെ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞിരിക്കും. അത് പെട്ടിക്കുള്ളിലുണ്ട്. അത് പുറത്തു വരുന്നത് വരെയും നമുക്കിങ്ങനെ പിന്നെ ട്രോളുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക മെറ്റീരിയൽ മാത്രമാണ് ഇനി ജൂൺ 4 ഒരു ഉച്ചവരെയെങ്കിലും നമുക്ക് സാധ്യമാകുന്നത്. അത് മാത്രമേ. ഞാൻ ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയായതുകൊണ്ട് ഇതിനെല്ലാം മേലെ ഒരു ഈശ്വരന്റെ ശക്തിയുണ്ട്. അത് കാക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. താൻ തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്, ഈശ്വരൻ കാക്കും. താൻ ജയിച്ചാൽ തൃശ്ശൂരിലുണ്ടാകാൻ പോകുന്ന വികസനത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ജനങ്ങളുമായി ചർച്ച ചെയ്തത്. BJP തന്നെ മത്സരത്തിന് നിയോഗിച്ചു. ഞാൻ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ചു. അതിൽ കൂടുതൽ പ്രവർത്തകർ അഹോരാത്രം പ്രയത്നിച്ചു. കേന്ദ്ര സർക്കാരിലെ 5 വകുപ്പുകളിൽ നോട്ടമുണ്ട്. അത് കേരളത്തിന് ഏറെ ഗുണം ചെയ്യുന്നവയാണ്. ആ വകുപ്പുകളിൽ വരുന്ന മന്ത്രിമാർ ആരായാലും അവരെക്കൊണ്ട് വികസനം കൊണ്ടുവരാനാകും. അതിന് താൻ മന്ത്രിയാകണമെന്നൊന്നുമില്ല. നല്ല MP-ക്ക് പലതും ചെയ്യാനാകും. അത് അറിയാത്തവരായിരുന്നു, അഥവാ ഒന്നും ചെയ്യാത്തവരായിരുന്നു നേരത്തെ ജയിച്ചവർ, സുരേഷ് ഗോപി പറഞ്ഞു. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു 25% സാധ്യമാക്കി തരുന്ന 5 വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട്. ആ 5 വകുപ്പ് മന്ത്രിമാര്, ഒന്ന്, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല. എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ആ 5 വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാര് ചൊൽപ്പടിക്ക് വിട്ടുതരണം. MP ആയാൽ കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. തൻ്റെ സമ്പാദ്യം മുഴുവൻ തൊഴിലിൽ നിന്നാണ്.
രാഷ്ട്രീയത്തിൽ നിന്ന് ഒട്ടുമില്ല. അതുകൊണ്ടുതന്നെ ഒരു 2 വർഷം തുടർച്ചയായി സിനിമ ചെയ്യണം. കുറേ സഹായം ചെയ്യാനുണ്ട്. MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് തൃശ്ശൂരിന് വേണ്ടി മാത്രമല്ല കേരളത്തിന് വേണ്ടി കൂടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എനിക്ക് തൃശ്ശൂരിന് വേണ്ടി അവർ എന്നെ തെരഞ്ഞെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കില്ല. തെരഞ്ഞെടുക്കപ്പെട്ടാൽ കേരളത്തിന് വേണ്ടി എന്ന് തന്നെയാണ്. ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ വോട്ടൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് തുറന്നു പറയുന്നു, കേരളത്തിന് വേണ്ടി വർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും. ക്രോസ് വോട്ടിംഗ് BJPക്ക് തിരിച്ചടിയാകില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഉന്നതർക്കും പങ്കുണ്ട്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാർ മാത്രം ജനപക്ഷത്തുണ്ടായാൽ പോരാ, ഉദ്യോഗസ്ഥരുടെ സമീപനവും അത്തരത്തിലാകണമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, കേച്ചേരി. വോട്ട് രേഖപ്പെടുത്തി ചൂണ്ടുവിരലിലെ മഷി ഉണങ്ങും മുൻപ് ന്യൂജൻസുകാർ ഓടിയത് സെൽഫി കോർണറിലേക്ക്. ഫോട്ടോ എടുത്ത് ചൂടോടെ ഇൻസ്റ്റയിലും വാട്സപ്പിലും സ്റ്റാറ്റസ് ആക്കി ഹാപ്പിയാക്കി മടക്കം. പുന്നൂർക്കുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിലാണ് പുതുതലമുറ വോട്ടർമാരെ ലക്ഷ്യമിട്ട് സെൽഫി കൗണ്ടർ സജ്ജീകരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരസ്യമായ വോട്ട് ഫോർ ദി നേഷൻ, ഓരോ വോട്ടും നമ്മുടെ ശബ്ദമാണ് എന്ന പരസ്യം വലിയ പോസ്റ്ററിൽ പ്രിന്റ് ചെയ്തിരുന്നു. ഇതിന് മുന്നിൽ നിന്നായിരുന്നു സെൽഫികളുടെ പിറവി. പഞ്ചായത്തിലെ മാതൃകാ പോളിംഗ് ബൂത്തും സ്കൂളായിരുന്നു. വോട്ടർമാർക്ക് വിശ്രമിക്കാൻ പ്രത്യേക സ്ഥലം, ഇരിക്കാൻ കസേര, കുടിക്കാൻ തണുപ്പിച്ച വെള്ളവും ചൂടുവെള്ളവും, മുലയൂട്ടുന്ന അമ്മമാർക്ക് പ്രത്യേക മുറി, വരി നിൽക്കുന്ന ഭാഗത്ത് വെയിൽ ഒഴിവാക്കാൻ പന്തൽ എന്നിവയും ഒരുക്കിയിരുന്നു. പൂർണ്ണമായി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ഇവിടെ വോട്ടിംഗ് നടത്തിയത്. മറ്റു വാർത്തകൾ. ഗുരുവായൂർ ദേവസ്വം അഷ്ടപതി സംഗീതോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക ശ്രീ ഗുരുവായൂരപ്പൻ അഷ്ടപതി പുരസ്കാരത്തിന് വൈക്കം ജയന്മാരാരെ തെരഞ്ഞെടുത്തു. അഷ്ടപതി ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയെ മാനിച്ചാണ് പുരസ്കാരം. 25,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം അഷ്ടപതി സംഗീതോത്സവ ദിനമായ മെയ് 9 വൈകിട്ട് ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സമ്മാനിക്കും. തുടർന്ന് പുരസ്കാര ജേതാവിന്റെ അഷ്ടപതി കച്ചേരിയും അരങ്ങേറും. 3ാമത് പുരസ്കാരമാണ് ഇത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം മല്ലേശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഡോക്ടർ സദനം ഹരികുമാർ, ഡോക്ടർ NP വിജയകൃഷ്ണൻ എന്നിവരടങ്ങുന്ന അഷ്ടപതി പുരസ്കാര നിർണയ സമിതിയാണ് വൈക്കം ജയന്മാരാരെ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്തത്. ഇന്ന് ചേർന്ന ദേവസ്വം ഭരണസമിതി യോഗം ശുപാർശ അംഗീകരിച്ചു. അദ്ദേഹത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രം കിഴക്കേനട സ്വദേശിയായ ജയന്മാരാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അഷ്ടപതി പഞ്ചവാദ്യം കലാകാരനാണ്. ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിലാണ് സേവനം. കനത്ത ചൂടും ഫംഗസ് ബാധയും. കടങ്ങോട് പഞ്ചായത്തിലെ കിടങ്ങൂരിൽ വൻ കൃഷിനാശം. യുവകർഷകൻ മരത്തങ്കോട് കോതോട്ടിൽ ബജീഷിന്റെ പച്ചക്കറി കൃഷിയാണ് നശിച്ചത്. കിടങ്ങൂരിൽ 4 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് ബജീഷ് പച്ചക്കറി കൃഷി ചെയ്തത്. KM മാണി കർഷക സമൃദ്ധി പദ്ധതി എന്ന പേരിൽ പദ്ധതി രൂപീകരിച്ച് പയർ, വെണ്ട, വെള്ളരി, ചീര, കുമ്പളം, മത്തൻ എന്നീ ഇനങ്ങളും സമ്മിശ്ര പച്ചക്കറിയുമാണ് കൃഷി ചെയ്തത്. തൊഴിലാളികളെ ഉപയോഗിച്ച് സ്ഥലം ഉഴുതുമറിച്ച് ഏരിയുണ്ടാക്കി കഴിഞ്ഞ ഫെബ്രുവരി 6-നാണ് വിത്തിട്ടത്. ജൈവവളവും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചാണ് കൃഷി പരിപാലിച്ചത്. വിളവെടുക്കാൻ സമയമായപ്പോഴാണ് വിളകൾക്ക് ഫംഗസ് ബാധിച്ചത്. കനത്ത ചൂടിൽ വെള്ളത്തിന് ക്ഷാമം നേരിട്ടതും കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ബജീഷ് പറയുന്നു. നല്ല രീതിയിൽ സംരംഭം തുടങ്ങി വെച്ചു. ഫെബ്രുവരി 6-ാം തുടങ്ങി വെച്ചത്. അതിനുശേഷം നല്ല രീതിയിൽ കൃഷിയെല്ലാം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫംഗസിൻ്റെ ആക്രമണം കാര്യങ്ങളും ഉണ്ടായത്. അതിനുശേഷം വിളവിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസർ വന്നു. അവരതിൻ്റെ വിശകലനങ്ങളൊക്കെ ചെയ്തു പോയി അവരെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് പിന്നെ അവരൊന്നും ഒരു റിപ്ലൈ തന്നിട്ടോ കാര്യങ്ങളോ ഇല്ല. കൃഷി മൊത്തം ഒരു 3.5-4 ഏക്കർ എടുത്ത് നഷ്ടത്തിലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ എല്ലാത്തിലും കൂടി എന്ന് പറഞ്ഞാൽ ഒരു 1.5-2 ലക്ഷം രൂപ എടുത്ത് നാശനഷ്ടം പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ വേർപ്പും അധ്വാനമാണ് ഈ കൃഷിഭൂമി. കൃഷി ഓഫീസിൽ അപേക്ഷ നൽകിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും നഷ്ടപരിഹാരമായി ധനസഹായം നൽകാൻ വകുപ്പില്ല എന്നാണ് അറിയിച്ചത്. ഫംഗസ് ബാധയെ തുടർന്നുണ്ടായ കൃഷിനാശത്തിന് അർഹമായ ധനസഹായം നൽകാൻ കൃഷിവകുപ്പ് തയ്യാറാകണമെന്ന് ബജീഷ് ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, വേലൂർ. ഗുരുവായൂർ ചൂൽപ്പുറത്ത് കാർ സർവീസ് സെന്ററിൽ അഗ്നിബാധ. ഒരു കാർ പൂർണ്ണമായും ഒരു കാർ ഭാഗികമായും കത്തി നശിച്ചു. ചൂൽപ്പുറം ട്രഞ്ചിങ് ഗ്രൗണ്ടിന് സമീപത്തുള്ള ഇൻഡസ് മോട്ടോഴ്സിൽ രാത്രി 7:30-ക്കാണ് തീപിടുത്തമുണ്ടായത്. മാലിന്യങ്ങൾക്ക് തീയിട്ടിരുന്നു. ഇതിൽ നിന്നാണ് തീ പടർന്നത്. സർവീസിങ്ങിന് കൊണ്ടുവന്ന കാറുകളാണ് കത്തി നശിച്ചത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. കാട്ടകമ്പാൽ മേഖലയിലെ ഏറ്റവും വലിയ കോൾപ്പടവായ പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിൽ കൊയ്ത്ത് അവസാന ഘട്ടത്തിൽ. ആദ്യം വിളവെടുപ്പ് തുടങ്ങിയ വടക്കേ പടവിൽ കൊയ്ത്ത് പൂർത്തിയായി. 650 ഏക്കർ വിസ്തൃതിയുള്ള പടവിൽ ഉമവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. ബണ്ട് തകർന്നതുമൂലം മാസത്തോളം വൈകിയാണ് ഈ പടവിൽ ഞാറുനടിയിൽ തുടങ്ങിയത്. കോൾപ്പടവ് പ്രസിഡന്റ് K. അനിൽകുമാർ,
സെക്രട്ടറി TS മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിൽ കർഷകർ അതിവേഗത്തിൽ ബണ്ട് പുനർനിർമ്മിച്ചാണ് പാടശേഖരത്തെ വെള്ളം വറ്റിച്ച് പുഞ്ചകൃഷിക്ക് ഒരുക്കങ്ങൾ തുടങ്ങിയത്. ആദ്യം വിതച്ച വിത്തെല്ലാം മൂപ്പുകൂടി നടാൻ കഴിയാതെയായി. ഇതോടെ വീണ്ടും വിത്ത് വിതച്ചാണ് കർഷകർ കൃഷി ഇറക്കിയത്. ഇപ്പോൾ തെക്കേ പടവിലാണ് കൊയ്ത്ത് നടക്കുന്നത്. 260 ഏക്കറാണ് ഈ പടവിലുള്ളത്. 3 ദിവസം കൊണ്ട് കൊയ്ത്ത് പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് മനം കുളിർക്കെ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുവാൻ ശീതീകരണ സംവിധാനം നിലവിൽ വന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ശീതീകരണ സംവിധാനത്തിന്റെ സമർപ്പണം നിർവഹിച്ചു. KPM പ്രോസസിംഗ് മിൽ MD ശേഖറാണ് പദ്ധതി വഴിപാടായി സമർപ്പിച്ചത്. പഴനി ക്ഷേത്ര മാതൃകയിൽ എയർ കൂളർ സംവിധാനമാണ് ഒരുക്കിയത്. ഇനി ചുറ്റമ്പലം, കൗണ്ടിംഗ് ഹാൾ എന്നിവിടങ്ങളിലും ശീതീകരണ സംവിധാനം ഒരുക്കും. സമർപ്പണ ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലേശ്വരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KR ഗോപിനാഥ്, മനോജ് B നായർ, VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താലയിൽ 12 വയസ്സുകാരനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. തൃത്താല വേട്ടുപറമ്പിൽ വീട്ടിൽ ഫൈസലിന്റെ മകൻ മുഹമ്മദ് ഫാമിസ് ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 3:30 സംഭവം. വീട്ടിലെ മുറിക്കകത്ത് ജനലിൽ കെട്ടിയിട്ട തോർത്തിൽ കഴുത്ത് കുരുങ്ങിയ നിലയിലാണ് ഫാമിസിനെ കണ്ടെത്തിയത്. കളിക്കുന്നതിനിടെ തോർത്ത് കഴുത്തിൽ കുരുങ്ങിയതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഉടൻ തന്നെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കണ്ടത്തിക്കോട് DVLP സ്കൂളിൽ സ്നേഹകൂടാരം ദശദിന ക്യാമ്പ് ആരംഭിച്ചു. ഡോക്ടർ VC ബിനോദ് നയിച്ച മോട്ടിവേഷൻ ക്ലാസ്, അഞ്ജലിയുടെ ചിത്രവര പഠനം എന്നിവ കുട്ടികൾക്ക് പുതിയ അനുഭവമായി. ലഹരിവിരുദ്ധ ക്ലാസുമായി റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CA ബാബു കുട്ടികളിൽ അവബോധം വളർത്തി. കുമ്മാട്ടി എന്ന കലാരൂപത്തെയും നാടൻ കലകളെയും കുറിച്ച് സുകുമാരൻ സംസാരിച്ചു. സിനിമാഭിനയം, സ്ക്രിപ്റ്റ് മുതലായവയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. സ്നേഹകൂടാരം പ്രസിഡന്റ് സുധി പന്തക്കൽ, രഞ്ജിത്ത് പണിക്കർ, ടിജോ ജോസ്, രാമൻകുട്ടി കുന്നത്ത്, KP കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. മെയ് 1 ക്യാമ്പ് സമാപിക്കും. കഞ്ചാവ് വിൽപ്പന പിടികൂടാനെത്തിയ പോലീസുകാരെ മർദ്ദിച്ച് രക്ഷപ്പെട്ട 2 പേരെ ചങ്ങരകുളം പോലീസ് ബസ് തടഞ്ഞു നിർത്തി പിടികൂടി. പൊന്നാനി സ്വദേശിയും എടപ്പാൾ അംശക്കച്ചേരിയിൽ താമസക്കാരനുമായ 28 വയസ്സുള്ള ചിറക്കൽ ഇസ്മായിൽ, എടപ്പാൾ പൊറൂക്കരയിൽ താമസിക്കുന്ന 29 വയസ്സുള്ള കൊമ്പൻ തറയിൽ കബീർ എന്നിവരെയാണ് ചങ്ങരകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. ഏപ്രിൽ 22 കേസിനാസ്പദമായ സംഭവം നടന്നത്. എടപ്പാൾ അണ്ണമ്പക്കാട് 3 പേരടങ്ങുന്ന സംഘം കഞ്ചാവ് വിൽപ്പന നടത്തുന്നതറിഞ്ഞ് എത്തിയതായിരുന്നു പോലീസ്. ചോദ്യം ചെയ്യുന്നതിനിടെ പോലീസുകാരെ ആക്രമിച്ച് സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. പൊന്നാനി സ്വദേശി മുഹമ്മദ് ഖാസിമിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയെങ്കിലും 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികൾ സ്വകാര്യ ബസ്സിൽ പൊന്നാനിയിൽ നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന വിവരം അറിഞ്ഞ പോലീസ് ബിയ്യത്ത് വെച്ച് ബസ് തടഞ്ഞു നിർത്തി ബലപ്രയോഗത്തിലൂടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പൊന്നാനി ചങ്ങരകുളം സ്റ്റേഷനുകളിലായി 10ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. CI ബെന്നി ജേക്കബ്, ASI രാജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരിനാരായണൻ, ഹരികൃഷ്ണൻ, സുനീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പിടിയിലായ പ്രതികളെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പുന്നൂർക്കുളം പുന്നൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നാട്ടുതാലം ചൊവ്വാഴ്ച ആഘോഷിക്കും. രാവിലെ 5:30 ഗണപതി ഹോമം, 8 അയ്യപ്പന് വിശേഷാൽ പൂജ, വൈകിട്ട് 4 ആലങ്കോട് മണികണ്ഠൻ നയിക്കുന്ന മേളത്തോടെ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് പറവെപ്പ്, ദീപാരാധന, ദേശവാസികളുടെ താലപ്പൊലി എന്നിവയുണ്ടാകും. ബുധനാഴ്ച പുലർച്ചെ 3 കൊടിയും കൂറായും ഇരിക്കുന്നതോടെ 3 മാസത്തിലേറെയായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കളംപാട്ടിന് സമാപനമാകും. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ഇടവക ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശുദ്ധ യൗസേപ്പിതാവിന്റെയും പരിശുദ്ധ കൊന്തമാതാവിന്റെയും സംയുക്ത ഊട്ടുതിരുനാളാണ് ഞായറാഴ്ച ആഘോഷിക്കുന്നത്. രാവിലെ 7 ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം രൂപം എഴുന്നള്ളിക്കലും ലില്ലി, വള, കിരീടം എന്നിവയുടെ കുടുംബ യൂണിറ്റുകളിലേക്കുള്ള വിതരണവും നടക്കും. തുടർന്ന് നേർച്ച ഭക്ഷണം ആശീർവദിക്കും. രാവിലെ 10 ചേറൂർ ക്രൈസ്റ്റ് വില്ല ഡയറക്ടർ ഫാദർ ഡിറ്റോക്കുള മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും. കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ തിരുനാൾ സന്ദേശം നൽകും.
ഞായറാഴ്ച നടക്കുന്ന ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങളുടെ ഊട്ടുസദ്യയ്ക്ക് ആവശ്യമായ പച്ചക്കറികൾ ഇടവക വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനായി തയ്യാറാക്കുകയും പാചകശാലയിൽ വികാരി ഫാദർ ആൻഡോ കാഞ്ഞിരത്തിങ്ങൽ അടുപ്പിലേക്ക് അഗ്നി പകർന്ന് പാചകത്തിന് തുടക്കമിടുകയും ചെയ്തു. കൈക്കാരന്മാരായ AF ജോണി, PA ടോമി, AT ജോഷി, ജനറൽ കൺവീനർ ഡിറ്റോ ഡൊമിനിക്, ഊട്ടു കൺവീനർ മെൻഡോ തോമസ് തുടങ്ങിയവർ സംയുക്ത ഊട്ടുതിരുനാളിന് നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്രം തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലേക്ക് തടിയിൽ തീർത്ത ആനക്കൊമ്പിന്റെ മാതൃക സമർപ്പിച്ചു. അലങ്കാര പീഠത്തിൽ ഉറപ്പിക്കാനാണിത്. ക്ഷേത്രം കിഴക്കേ ഗോപുര കവാടത്തിന് മുന്നിലായിരുന്നു സമർപ്പണ ചടങ്ങ്. വഴിപാടുകാരനായ പൊന്നാനി തൃക്കാവ് സ്വദേശി രജീഷിൽ നിന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ആനക്കൊമ്പിന്റെ മാതൃക ഏറ്റുവാങ്ങി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KR ഗോപിനാഥ്, മനോജ് B നായർ, VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ദേവസ്വം ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയുടെ 55ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ആശുപത്രി ചാപ്പലിൽ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കാർമ്മികത്വം വഹിച്ച കൃതജ്ഞതാ ബലിയോടുകൂടിയാണ് വാർഷിക ചടങ്ങുകൾ ആരംഭിച്ചത്. ദിവ്യബലിക്ക് ശേഷം ഗോൾഡൻ ജൂബിലി കെട്ടിടത്തിൽ സജ്ജമാക്കിയ സെന്റ് ജോസഫ് കഫേയുടെയും വെന്റിലേറ്ററിന്റെയും ആശീർവാദ കർമ്മം വികാരി ജനറൽ നിർവഹിച്ചു. തുടർന്ന് ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നിർമ്മല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ക്രിസ്ലിൻ അധ്യക്ഷയായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രി ചാപ്ലിയനും ഡീപോൾ സ്കൂൾ പ്രിൻസിപ്പാളുമായ ഫാദർ വിൻസെന്റ് ചെർക്കൽ മണവാളൻ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. ചൂണ്ടൽ സാൻതോം ചർച്ച് വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ CJ ജോസ്, ലാവിഷ് ഗ്രൂപ്പ് സ്ഥാപകൻ TL ഔസേപ്പ്, സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ പോൾ, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ജസ്ന എന്നിവർ സംസാരിച്ചു. ആശുപത്രി സ്റ്റാഫ് അംഗങ്ങളും നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. സ്നേഹവിരുന്നോടെ വാർഷികാഘോഷത്തിന് സമാപനമായി. CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളം തെക്കേപ്പുറത്ത് നിയന്ത്രണം വിട്ട മിനി ലോറി മതിലിലിടിച്ചു മറിഞ്ഞു. ആർക്കും പരിക്കില്ല. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംഭവം. കുന്നംകുളം ഭാഗത്തു നിന്ന് ലോഡുമായി വടക്കേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറി തെക്കേപ്പുറത്ത് വളവ് തിരിഞ്ഞു വരുന്നതിനിടെ നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടുമതിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ മിനി ലോറിയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 2 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇരുമ്പപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2004-2005 SSLC സംസ്കൃതം ബാച്ചിന്റെ നേതൃത്വത്തിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. വൈകരി എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ പ്രധാന അധ്യാപകൻ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഹേമ ശശികുമാർ അധ്യക്ഷയായി. കോർഡിനേറ്റർ ജോജോ ജോയ് പുത്തൂർ, സംഘടനാ പ്രസിഡന്റ് M ശ്രീകാന്ത്, സെക്രട്ടറി TS സുജന്യ, ട്രഷറർ KR വിനീത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂളിനുള്ള ഉപഹാരം കൈമാറി. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പുണ്യക്കുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം മെയ് 8, 9, 10 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വേല മഹോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ 29 തിങ്കളാഴ്ച രാവിലെ 9:15 ക്ഷേത്രം തന്ത്രി ശശിധരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ കൊടിയേറ്റം നിർവഹിക്കും. ക്ഷേത്രം ശാന്തി നാരായണൻകുട്ടി സഹകാർമ്മികനാകും. കൊടിയേറ്റ ദിവസം മുതൽ മെയ് 10 വരെ കാലത്ത് 8 മണി മുതൽ 10 മണി വരെ കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് 12:30 മുതൽ 1:30 വരെ പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടക്കൽ പറവെപ്പ് എന്നിവ ഉണ്ടായിരിക്കും. മെയ് 5, 6, 7, 8 തീയതികളിൽ വൈകിട്ട് 7:30 നാട്ടിലെ കുട്ടികളുടെ നൃത്താവതരണം ഉണ്ടാകും. ഇതിനായി താൽപ്പര്യമുള്ളവർ ക്ഷേത്രം ഓഫീസിൽ മെയ് 3 തീയതിക്ക് മുമ്പായി അറിയിക്കണം. മെയ് 9 വേല ദിവസം പുലർച്ചെ വിവിധ ദേശക്കാരുടെ താലം എഴുന്നള്ളിപ്പും, ഉച്ചയ്ക്ക് 12 കുതിര എഴുന്നള്ളിപ്പും, വൈകിട്ട് 3:30 തിടമ്പ് എഴുന്നള്ളിപ്പും, വിവിധ കമ്മിറ്റികളുടെ ആനപ്പൂരം, കാവടി, ചെണ്ടമേളം എന്നിവയും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് 5 മണിക്ക് കൂട്ടി എഴുന്നള്ളിപ്പോടെ വേലകയറ്റം നടക്കും. തുടർന്ന് ദീപാരാധനയും തായമ്പകയും ഉണ്ടാകും. മെയ് 10 വെള്ളിയാഴ്ച പുലർച്ചെ തിടമ്പ് എഴുന്നള്ളിപ്പിന് ശേഷം ഗുരുതി തർപ്പണം നടത്തി നട അടയ്ക്കുന്നതോടുകൂടി വേല മഹോത്സവത്തിന് സമാപനമാകും. ഭാരവാഹികളായ ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ,
സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, സുനിൽകുമാർ പാറക്കാട്ട്, പി സുരേന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നയൂർകുളം. എരുവപ്പെട്ടി പഞ്ചായത്തിന്റെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുണ്ടന്നൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ജീവിതശൈലി രോഗനിർണയ പരിശോധനയും നേത്രപരിശോധനയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഒപ്റ്റോമെട്രിസ്റ്റ് അരുന്ധതി ദേവി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KF ബാബു, JPHN ദീപ, CS ശരണ്യ, ആശാപ്രവർത്തകരായ KS ദമയന്തി, E ഉഷാദേവി, ഒപ്റ്റോമെട്രിസ്റ്റ് ഇന്റൻസ് വൈഷ്ണ സുനിൽ, അഭിരാമി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർക്കുളം ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ പ്രവേശനോത്സവവും ആദര ചടങ്ങും സംഘടിപ്പിച്ചു. ഈ വർഷം ഉന്നത വിജയം കരസ്ഥമാക്കി പഠനം പൂർത്തിയാക്കിയ +2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും യാത്രയയപ്പും ഇതോടൊപ്പം നടന്നു. മദ്രസയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം മഹല്ല് ഖത്തീബ് അലി ദാരിമി ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. +2 വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും രക്ഷിതാക്കൾക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. അധ്യാപകനായ അലി ദാരിമി ഉസ്താദിന് സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കരീം ഫൈസി പൈങ്കണ്ണിയൂർ മൊമന്റോ നൽകി. 1ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് SMF തൃശൂർ ജില്ലാ സെക്രട്ടറി ആദ്യാക്ഷരം ചൊല്ലിക്കൊടുത്തു. ഉസ്താദുമാരായ സമ്മദ് മുസ്ലിയാർ, ഫാറൂഖ് സഖദി, ഉമർ ഫൈസി, ഷാഫി മിസ്ബാഹി, സെയ്ദ് മുഹമ്മദ് മുസ്ലിയാർ, നൌഫൽ റഹ്മാനി, കമ്മിറ്റി ഭാരവാഹികളായ മുഹമ്മദ് ഉണ്ണി, കുഞ്ഞു മുഹമ്മദ്, ജമാൽ, റസാഖ്, കുഞ്ഞുമൊയ്തു തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. സദർ മുവല്ലിം ഇസ്മായിൽ സുഹരി സ്വാഗതവും ഫൈസൽ സഖാഫി നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പുന്നയൂർകുളം. സംസ്ഥാനത്ത് കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏപ്രിൽ 27-28 തീയതികളിൽ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നാണ് അറിയിപ്പ് നൽകിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയത്. കേച്ചേരി ജുമാത്ത് മഹല്ല് സൗഹൃദ സംഗമം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവാഹപൂർവ്വ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. അല്ലമിൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന പഠന ക്ലാസിന്റെ ഉദ്ഘാടനം അബ്ദുൽ ലത്തീഫ് നിസാമി നിർവഹിച്ചു. സൗഹൃദ സംഗമം കമ്മിറ്റി പ്രസിഡന്റ് മൊയ്തുട്ടി ഹാജി അധ്യക്ഷനായി. സെക്രട്ടറി ഫാറൂഖ് കേച്ചേരി, പ്രോഗ്രാം കൺവീനർ P അബൂബക്കർ, ട്രഷറർ ഇബ്രാഹിം ഹാജി, മുഹമ്മദ് കുട്ടി, MA ഷാജഹാൻ, RP ഷാജഹാൻ, VU മുസ്തഫ എന്നിവർ സംബന്ധിച്ചു. വിവാഹപൂർവ്വ പഠന ക്ലാസ്സിൽ 50ഓളം പേർ സംബന്ധിച്ചു. ആത്മീയ മേഖലയിലെ നിറസാന്നിധ്യം PT ഉസ്താദ് ഓർമ്മയായി. 72 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അന്ത്യം. ഖബറടക്കം പട്ടാമ്പി പൈലിപ്പുറം പള്ളി ഖബർസ്ഥാനിൽ നടന്നു. പാലക്കാട് പള്ളിപ്പുറത്തിനടുത്ത് പൈലിപ്പുറം സ്വദേശിയായ PT ഉസ്താദ് എന്നറിയപ്പെടുന്ന പട്ടർതടി കുഞ്ഞുമുഹമ്മദ് ബാഖവി ജന്മം കൊണ്ട് മാത്രമാണ് പാലക്കാട് ജില്ലക്കാരനായത്. അവിടെ ഉസ്താദിനെ ആരും അറിഞ്ഞില്ലെങ്കിലും തൃശൂർ ജില്ലക്കാർക്ക്, പ്രത്യേകിച്ച് പുന്നയൂർ കുഴിങ്ങരയിലെ ഏതൊരു കൊച്ചുകുട്ടിക്കും സുപരിചിതനാണ് PT ഉസ്താദ്. ജാതി മത പ്രായവ്യത്യാസമില്ലാതെ കാണുന്ന ആരെയും കയറി പരിചയപ്പെടുകയും രണ്ടാമത് കണ്ടാൽ പരിചയം പുതുക്കാതെ പോകില്ലെന്നതും ഉസ്താദിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. സ്വന്തം ഗുരുവര്യനും മാതൃകാപുരുഷനുമായ മർഹൂം MK ഉസ്താദിന്റെ വിയോഗശേഷമാണ് ദീർഘനാൾ സേവനം ചെയ്തിരുന്ന കുഴിങ്ങര അബൂബക്കർ സിദ്ദീഖ് പള്ളിയിൽ നിന്ന് സേവനം മതിയാക്കിയത്. ഇവിടുത്തെ മദ്രസയിലെ സദർ ഉസ്താദായും ദീർഘകാലം സേവനം ചെയ്തിട്ടുണ്ട്. വടക്കേകാട് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റായി അരനൂറ്റാണ്ടും തൊഴിയൂർ ദാറുർ റഹ്മയിൽ ട്രഷററായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി, സമസ്ത മുഷാവറ അംഗം, മൂന്നുമൂല ദാറുൽ അൻവർ വൈസ് പ്രസിഡന്റ് തുടങ്ങി നിരവധി സ്ഥാനങ്ങളിൽ ഭാരവാഹിത്വം വഹിച്ചു. ഖദീജ ഹജുമയാണ് ഭാര്യ. അബ്ദുറഹ്മാൻ ഫൈസി, അൻവർ അബ്ദുല്ലാഹുദവി, നെയ്മത്തുള്ള ഫൈസി, മുഹ്സിൻ ഫൈസി, ഉമ്മുഗുൽസു, ആയിഷ, സൗദാബി, റസിയ എന്നിവർ മക്കളാണ്. CCTV ന്യൂസ് പുന്നയൂർകുളം. കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി സെക്രട്ടറിയായി 35 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന TP ശോഭനയ്ക്ക് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. KR റീജൻസിയിൽ ചേർന്ന യാത്രയയപ്പ് സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന കമ്മീഷൻ അംഗം TK വാസു, ആരാധന, നാരായണൻ, KC ബാബു, അനൂപ്, ജിതിൻ K വിജയ്, സെക്രട്ടറി ഇൻചാർജ് CC ലിവി എന്നിവർ സംസാരിച്ചു. TP ശോഭന മറുപടി പ്രസംഗം നടത്തി.
സിവിൽ സർവീസ് റാങ്ക് ജേതാവായ കിരൺ മുരളിയെ പെരുന്തിരുത്തി എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരും PTA-യും ചേർന്ന് ആദരിച്ചു. പ്രധാനാധ്യാപിക സുജാസി ജോർജ് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷാജി ജോർജ് ചീരൻ പൊന്നാട അണിയിച്ചു. അധ്യാപകരായ സ്മിത ചാക്കോ, ജിൻസി എഡ്വിൻ, റഹമത്ത് മുനീറ എന്നിവർ പങ്കെടുത്തു. കിരൺ മുരളിയുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. 7 സ്റ്റാർ വേലൂരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. മെയ് 4 വരെയാണ് ടൂർണമെന്റ്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ പ്രമുഖരായ 8 ടീമുകൾ പങ്കെടുക്കും. വേലൂരിലെ പ്രാദേശിക ഫുട്ബോൾ ഉന്നമനത്തിന് വേണ്ടി പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് തല മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ച മുതൽ മെയ് 4 വരെ വേലൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് 7 മണി മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുക. തിരുമറ്റക്കോട് പെരുങ്കന്നിയൂരിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. കുറ്റിയിൽ വാരിയം വീട്ടിൽ 63 വയസ്സുള്ള രവീന്ദ്രന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ അഴുകി ദ്രവിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ട്. ആളൊഴിഞ്ഞ പറമ്പിലെ വീട്ടിൽ തനിച്ച് താമസിച്ചു വരികയായിരുന്നു രവീന്ദ്രൻ. വീടിന് സമീപത്തെ പറമ്പിൽ കാലിമയ്ക്കാൻ പോയ നാട്ടുകാർക്ക് പ്രദേശത്ത് കടുത്ത ദുർഗന്ധം അനുഭവപ്പെട്ടതോടെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് വീട്ടിലെ മുറിക്കകത്ത് മരിച്ച് അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇവർ പോലീസിൽ അറിയിച്ചതനുസരിച്ച് ചാലശ്ശേരി SI റനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഏറെക്കാലമായി ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇയാൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6670 രൂപ, സ്വർണം പവന് 53,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 88 രൂപ. ചർമ്മം പഴഞ്ഞി കാട്ടകമ്പാൽ കാട്ടിൽ വീട്ടിൽ PWD റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ജോസഫിന്റെ ഭാര്യ കരുണ നിര്യാതയായി. 73 വയസ്സായ റിട്ടയർഡ് തഹസിൽദാർ ആയിരുന്നു പരേത. സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് കാട്ടകമ്പാൽ കാർമേൽ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടന്നു. ജിൻ, വലന്റീന എന്നിവർ മക്കളാണ്. കുന്നംകുളം നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വെള്ളക്കട വീട്ടിൽ മൃണാളിനി രാജൻ നിര്യാതയായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 6 മണിക്ക് പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. സുനി, സുജീഷ് കുമാർ, സോണി എന്നിവർ മക്കളാണ്. ചൊവ്വന്നൂർ പന്തല്ലൂർ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വാര്യത്ത് പറമ്പിൽ അയ്യപ്പൻ ഭാര്യ കമലു നിര്യാതയായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. സുനിൽ, സന്തോഷ്, സിന്ധു എന്നിവർ മക്കളാണ്. ആർത്താറ്റ് പരേതനായ മണ്ടുമ്പാൽ വർഗീസ് മകൻ ചാക്കോ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4:30 ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് കുറഞ്ഞതിൽ വിലയിരുത്തൽ പലവിധം. നിർണായക വിധിയെഴുത്തിന് ശേഷം ഒരുപോലെ പ്രതീക്ഷയിലും ആശങ്കയിലും മുന്നണികൾ. പോളിംഗ് ശതമാനത്തിലെ കുറവ് ഒട്ടും ബാധിക്കില്ലെന്ന് 3 മുന്നണികളുടെയും അവകാശവാദം. ഗുരുവായൂർ ചൂൽപ്പുറത്ത് കാർ സർവീസ് സെന്ററിൽ അഗ്നിബാധ. ഒരു കാർ പൂർണ്ണമായും മറ്റൊരു കാർ ഭാഗികമായും കത്തിനശിച്ചു. മാലിന്യങ്ങൾക്ക് തീയിട്ടതാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കനത്ത ചൂടും ഫംഗസ് ബാധയും. കടങ്ങോട് പഞ്ചായത്തിലെ കിടങ്ങൂരിൽ വൻ കൃഷിനാശം. യുവ കർഷകൻ മരത്തങ്കോട് കോതോട്ടിൽ ബജീഷിന്റെ പച്ചക്കറി കൃഷി നശിച്ചു. തൃത്താലയിൽ 12 വയസ്സുകാരന്റെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. തൃത്താല വേട്ടുപറമ്പിൽ വീട്ടിൽ ഫൈസലിന്റെ മകൻ മുഹമ്മദ് ഫാമിസ് ആണ് മരിച്ചത്. കളിക്കുന്നതിനിടെ തോർത്ത് കഴുത്തിൽ കുരുങ്ങിയതാകാം മരണകാരണമെന്ന് സൂചന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.com.